യെസ്, ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. ഇപ്പോഴും അത്യുഷ്ണം തുടരുന്ന പശ്ചാത്തലം തന്നെയാണുള്ളത്. ഞാൻ സാരംഗിലേക്ക് വരാം. സാരംഗ് സൂചിപ്പിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നത് നമ്മുടെ ജലാശയങ്ങളിൽ വെള്ളം കുറയുന്നു എന്നത് ആണ്. സാധാരണ നമുക്കറിയാം ജലസമൃദ്ധമായ ഒരു സംസ്ഥാനം ആണ്. നിരവധിയായ പുഴകൾ, 44 പുഴകൾ ഒഴുകുന്ന ഒരു സംസ്ഥാനം. ഒരു പക്ഷേ ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു ഭൂപ്രകൃതി വളരെ വിരളമാണ് എന്ന് തന്നെ പറയാം. പക്ഷേ നദികൾ വറ്റിവരളുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഡാമുകളിലെ ജലനിരപ്പ് കുറയുന്ന സാഹചര്യം, പല കുളങ്ങളും കിണറുകളും ഒക്കെ ഇപ്പോൾ വറ്റിവരളുന്നു. അങ്ങനെ ശുദ്ധജലത്തിന് പോലും പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കുത്തനെ ഉയർന്നതോടെ ഡാമുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഡാമുകളിൽ ഇനി ശേഷിക്കുന്നത് ആകെ സംഭരണ ശേഷിയുടെ 34% മാത്രം എന്നതാണ് കണക്കുകൾ. കഴിഞ്ഞ വർഷം ഇതേ സമയം ഉണ്ടായിരുന്നതിനേക്കാൾ 11% കുറവാണ് ജലലഭ്യതയിൽ അനുഭവപ്പെടുന്നത്. 2025 KCB നിയന്ത്രണത്തിലുള്ള ഡാമുകളിൽ ആകെ സംഭരണശേഷിയുടെ 43% ജലശേഖരം ഉണ്ടായിരുന്നു. അതായത് 1772.80 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കരുതൽ. എന്നാൽ 2026 എത്തുമ്പോൾ ഇത് 34% കുറഞ്ഞു. ഉൽപാദനശേഷി 1422.59 ദശലക്ഷം യൂണിറ്റായി ചുരുങ്ങിയിരിക്കുന്നു. കണക്കുകൾ നിലവിലെ സാഹചര്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ അണക്കെട്ടായ ഇടുക്കി ആർച്ച് ഡാമിന്റെ സ്ഥിതിയും വിഭിന്നമല്ല. ആകെ സംഭരണശേഷിയുടെ 36% നിലവിലെ ജലനിരപ്പ്. ഇത് കഴിഞ്ഞ വർഷം 43% ആയിരുന്നു. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുവാനാകും. എന്നാൽ പീക്ക് ടൈമിലെ റെക്കോർഡുകൾ തകർക്കുന്ന വൈദ്യുതി ഉപഭോഗമാണ് KCBയെ വലയ്ക്കുന്നത്. വേനൽ മഴ മാറി നിന്നാൽ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഇനിയും താഴ്ന്നേക്കും. ന്യൂസ് 18 ഇടുക്കി. യെസ്, ഇപ്പോൾ വീണ്ടും സാരംഗ് തുടരുകയാണ്. സാരംഗ്, വലിയ തോതിലുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികൾ ആണ് ഈ ചൂട് ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ ആരോഗ്യപരമായ നിരവധിയായ പ്രശ്നങ്ങൾ, കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. ക്ഷീര കർഷകർ പോലും പ്രതിസന്ധിയിലാകുന്നത് എങ്ങനെയെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസ് ടെൻസ് പങ്കുവച്ചതാണ്. കുട്ടികൾ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. പഠന സംവിധാനങ്ങളിലടക്കം മാറ്റമുണ്ടാകുന്നു. അതായത് ഈ കായിക വിദ്യാഭ്യാസ മേഖലയ്ക്കൊക്കെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. നിശ്ചിത സമയത്ത് മാത്രമേ കുട്ടികളെ കായിക പരിശീലനത്തിന് വിടാൻ പറ്റുന്നുള്ളൂ എന്നതാണ്. ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധികൾ, അതോടൊപ്പം തന്നെ ഈ ഊർജ്ജ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത് ഡാമുകളിലെ ജലലഭ്യതയ്ക്കുണ്ടാവുന്ന കുറവാണ്. KCBയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് നൽകേണ്ട സമയമാണ്. കാരണം രാത്രി സമയങ്ങളിലും പകൽ സമയങ്ങളിലുമൊക്കെ ഓഫീസുകൾ, സ്ഥാപനങ്ങൾ, മത പഠന കേന്ദ്രങ്ങളാകട്ടെ, മതസ്ഥാപനങ്ങളാകട്ടെ, ദേവാലയങ്ങളാകട്ടെ, അല്ലെങ്കിൽ വീടുകളാകട്ടെ, ഇവിടെയൊക്കെ വലിയ തോതിൽ വൈദ്യുതി ഉപയോഗിക്കേണ്ടതായി വരുന്നു. ഫാൻ ഉപയോഗിക്കേണ്ടതായി വരുന്നു, AC ഉപയോഗിക്കേണ്ടതായി വരുന്നു. അങ്ങനെ വൈദ്യുതിയുടെ ഉപഭോഗം കൂടുന്ന സമയത്താണ് ഡാമുകളിലെ ജലനിരപ്പ് കുറയുന്നത്. അത് ഏത് തരത്തിലാണ് ആശങ്ക ഉയർത്തുന്നത്? എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം സാരംഗ്? അഭിലാഷ്, ഈ ഒരു സാഹചര്യം വിലയിരുത്താനായി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് KCB യോഗം ചേർന്നിരുന്നു. ആ സമയത്ത് നിലവിൽ പ്രതിസന്ധി ഇല്ല എന്ന് അറിയിക്കുകയും പിന്നീട് ഈ ഒരു വൈദ്യുതി ഉപഭോഗം പിന്നീടും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് പിന്നീട് ഈ ഒരു പുറമേ നിന്നും കൂടുതൽ വൈദ്യുതി വാങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തിനായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട, അതായത് പവർ ഗ്രിഡിൽ നിന്നും വൈദ്യുതി വാങ്ങാൻ കഴിയാത്ത രീതിയിലൊരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഉയർന്ന നിരക്കിൽ പുറമേ നിന്നും വൈദ്യുതി വാങ്ങാനുള്ള ഒരു അപേക്ഷ KCB മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ നാളെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഈ ഒരു കാര്യം വിലയിരുത്തിയ ശേഷമായിരിക്കും അതിലൊരു തീരുമാനമുണ്ടാകുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ, അതായത് ഈ ഉയർന്ന ഉപയോഗം അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന കാര്യം വ്യക്തമാണ്. അതിനൊപ്പം തന്നെ പീക്ക് ടൈമുകളിൽ, അതായത് വൈകുന്നേരം 6 മണി മുതൽ രാത്രി വരെയുള്ള സമയത്ത് വലിയ രീതിയിലുള്ള ഉപഭോഗം, അതായത് 6000 മെഗാവാട്ടിന് മുകളിലേക്ക് ഉപഭോഗം പോകുന്നത് KCB വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. കാരണം നിലവിലെ സംവിധാനങ്ങൾക്ക് 6300 മെഗാവാട്ടിനപ്പുറത്തേക്ക് ഈ ഒരു ഉപഭോഗം വരികയാണെന്നുണ്ടെങ്കിൽ അത് KCBയുടെ സംവിധാനങ്ങൾക്ക് താങ്ങാനാവുന്നതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തും. അങ്ങനെയാണെങ്കിൽ KCB തന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക്, പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പീക്ക് ടൈമിലെ കാര്യങ്ങൾ, അതായത് മിക്സിയും ഉൾപ്പെടെയുള്ള വലിയ രീതിയിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ, അതായത് വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, ഈ സമയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കാൻ അടക്കമുള്ള നിർദ്ദേശങ്ങൾ കുറച്ച് ദിവസം മുൻപടക്കം KCB മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ എന്നാൽ പോലും ഈ ഒരു ചൂട് അസഹനീയമായി തുടരുന്നതും ഒപ്പം തന്നെ ഗ്യാസിന്റെ ലഭ്യത കുറവ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഗ്യാസ് ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയാൽ പോലും വീണ്ടും പ്രതിസന്ധി ഉണ്ടാകുമോ എന്ന്
എന്ന് കണക്ക് കൂട്ടി കുടുംബത്തിലടക്കം പല വീടുകളിലും ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറും സമാന്തരമായി ഉപയോഗിച്ച് വരുന്നുണ്ട്. അതും വൈദ്യുതി ഉപഭോഗത്തിന് കൂടുതലായി വരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇത് നിലവിൽ പ്രതിസന്ധി രൂക്ഷമാണ്. ഇപ്പോൾ ഡാമുകളെ സാഹചര്യം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേനൽ മഴ പല സ്ഥലത്തും ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഡാമുകളിലെ ജലനിരപ്പ് ഉയർത്താൻ മാത്രമുള്ള മഴ ലഭിച്ചിട്ടില്ല. അത് സാധാരണ രീതിയിൽ വേനൽ മഴയിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാറുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ പുറമേ നിന്നും വൈദ്യുതി ഇവിടേക്ക് എത്തിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ അധിക തുക നൽകി സംസ്ഥാനത്തേക്ക് വൈദ്യുതി എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് എങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യേണ്ടി വരും. കാരണം വൈദ്യുതി നിരക്ക് ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അതല്ലാത്ത രീതിയിൽ എങ്ങനെ ഇത് മറികടക്കാം എന്നൊരു ചർച്ച ഇപ്പോൾ KCBയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജനങ്ങൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പീക്ക് സമയങ്ങളിലെ ഈ ഒരു ഉപഭോഗം കുറച്ചില്ല എങ്കിൽ അത് സംവിധാനങ്ങളെ താറുമാറാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. മാത്രമല്ല പ്രതിദിന ഓരോ ദിവസവും ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ കണക്കും ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം പകൽ സമയങ്ങളിലടക്കം വീടുകളിൽ പോലും AC പോലും ഇല്ലാതെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പല ഭാഗങ്ങളിലുമുണ്ട്. പാലക്കാടിലെ സാഹചര്യം അടക്കം നമ്മൾ ഇപ്പോൾ വിശദമായി ചർച്ച ചെയ്തതാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നാളെ നടക്കുന്ന ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം വരുന്ന തീരുമാനത്തിലായിരിക്കും KCBയുടെ വൈദ്യുതി എങ്ങനെ, അതായത് പുറമെ നിന്ന് കൊണ്ടുവരണമോ അല്ലെങ്കിൽ നിലവിലെ സാഹചര്യവുമായി പരമാവധി ഇവിടെ ഈ ഒരു പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തീരുമാനങ്ങൾ പിന്നീട് എടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അഭിലാഷ്, എന്തായാലും കേരളത്തിൽ വലിയ തോതിലുള്ള ചൂട് അനുഭവപ്പെടുന്നു. ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വീടുകളിൽ പോലും പലപ്പോഴും തുടരാൻ പറ്റാത്ത സാഹചര്യം, അത്രമേൽ വലിയ ഉഷ്ണം ആണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കാർഷിക മേഖലയിലടക്കം പ്രതിസന്ധി, കുടിവെള്ളം വറ്റുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെയാണ് വൈദ്യുതോൽപാദനത്തിൽ അടക്കം നമ്മൾ നേരിടുന്ന പ്രതിസന്ധി. ഇപ്പോൾ ഇതുവരെയും അങ്ങനെ പ്രത്യക്ഷത്തിൽ ഒരു ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോഴും പല ഭാഗങ്ങളിലും കറണ്ട് പോകുന്ന സാഹചര്യം ഉണ്ട് എന്നതാണ്. അത് ഈ ഉപഭോക്താക്കളുടെ ഉപഭോഗം ഒരു നിശ്ചിത സമയത്ത് വർദ്ധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ബുദ്ധിമുട്ട് നേരിടുന്നത് എന്നതൊക്കെയാണ് KCB പറയുന്നത്. പുറത്തു നിന്ന് വൈദ്യുതി അടക്കം എത്തിച്ചുകൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യാനാണ് KCB ശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപക്ഷെ ഈ ചൂടുകാലം അത് പലതരത്തിൽ ജനങ്ങളെ ബാധിക്കുന്നത് എങ്ങനെ എന്നത് സംബന്ധിച്ച വിവരങ്ങൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ അപ്രതീക്ഷിതമാകുന്ന മറ്റ് ചില പ്രതിസന്ധികൾ കൂടി നമ്മൾ നേരിടുകയാണ്. അതിൽ ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം തൃശൂർ കോടാലി സ്വദേശി ഫിൽജോയുടെ മകൻ ആൽജോ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവം. ആൽജോ മരിച്ചത് ശംഖുവരയന്റെ കടിയേറ്റ് എന്നതാണ് തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.